ജൂൺ 14 ലോക രക്തദാന ദിനം ആചരിക്കുമ്പോൾ രക്തദാനം ജീവിതശൈലിയാക്കി മാറ്റിയ ഷീല മാത്യുവിനെ പരിചയപ്പെടാം. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ തവണ രക്തദാനം നടത്തിയതിന് വിവിധ സംഘടനകളിൽ നിന്നും നിരവധി അംഗീകാരങ്ങളും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. രക്തദാനത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനും സ്വമേധയായുള്ള രക്തദാനം പ്രോത്സാഹിപ്പിക്കാനുമാണ് എല്ലാ ജൂൺ 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. രക്തദാനം എന്ന ജീവദാനത്തിലൂടെ ഒട്ടേറെ ആളുകൾക്ക് പുതുജീവൻ പകരുന്ന മനുഷ്യരോടുള്ള നന്ദി സൂചകമായാണ് ലോകാരോഗ്യ സംഘടന ഈ ദിനം ആചരിച്ചു വരുന്നത്. എന്നാൽ ഇക്കാര്യങ്ങൾ തന്റെ ജീവിത ലക്ഷ്യമാക്കിയിരിക്കുകയാണ് ശ്രീകൃഷ്ണപുരം മണ്ണംവറ്റ പാലത്താനം വീട്ടിൽ ഷീല മാത്യു. അപകടങ്ങളിൽപ്പെട്ടും മറ്റ് അസുഖങ്ങൾ കൊണ്ടും മരണത്തെ മുന്നിൽ കാണുന്ന രോഗികൾക്ക് രക്തം നൽകി മാതൃകയാവുകയാണ് ഇവർ. എനിക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ആക്സിഡൻറ്റ് സമയത്തൊക്കെ ബ്ലഡിന് വേണ്ടി നെട്ടോട്ട് ഓടുമ്പോൾ എനിക്ക് ഈ ഒരു രംഗത്തേക്ക് കടന്നു വരണമെന്നെ മനസ്സിൽ ഒരുപാട് വേദനിക്കുന്നവരുടെ മുമ്പിലേക്ക് വേണം നമ്മൾ സഹായഹസ്തം കൊടുക്കാൻ നീട്ടാൻ. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ബ്ലഡ് ഇങ്ങനെ എല്ലാ ക്യാമ്പുകളിലും ബ്ലഡ് 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 മാസം ആകുമ്പോൾ ഞാൻ എന്തായാലും ബ്ലഡ് കൊടുത്തിരിക്കും. അതിനോടിട്ട് ഞാൻ എൻ്റെ ശരീരത്തെ ഒരുക്കാറുമുണ്ട് ബ്ലഡ് ഉണ്ടാവാനുള്ളതും. അതുപോലെ മറ്റസുഖങ്ങളൊന്നും എനിക്കിതുവരെ ഇല്ല. അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടീഷനൊന്നും എനിക്കിപ്പോൾ ഇല്ല. അതുകൊണ്ട് എനിക്ക് കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി എന്നിലുണ്ട്. രക്തദാനം ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു രക്തദാതാവിനെ കണ്ടെത്തുന്നതെന്നും ഭയം മൂലം പുതിയ തലമുറകൾ രക്തദാനം നൽകാൻ മടിക്കുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നതായും ഷീല മാത്യു പറഞ്ഞു. അതിനാണ് ഈ നെട്ടോട്ട് റോഡിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഞാൻ എന്നെ വിളിക്കുന്ന പലരോടും ഞാൻ പറയാം, 62ഓളം പേർക്ക് നമ്മൾ ഇങ്ങനെ പലരിൽ നിന്നിട്ടായിട്ട് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി, ജില്ലാശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ യഥാസമയത്ത് ബ്ലഡ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ബൈസ്റ്റാൻഡർമാർ തന്നെ അത്യാവശ്യം കൊടുക്കാനുള്ള ഒരു ബോഡി അവർക്ക് നല്ല വെയിറ്റും ഉണ്ട്, അതുപോലെ കൊടുക്കാനുള്ള കണ്ടീഷനുള്ളവർ തന്നെയാണ്. പക്ഷെ അവരെന്താ മടിക്കണേന്ന് ചോദിച്ചാൽ അത് എനിക്ക് ഇതുവരെ പറയാൻ പറ്റുന്നില്ല. കാരണം ഒന്നെങ്കിൽ പേടികൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്നുള്ളൊരു ധാരണ അവരിൽ ഉള്ളതുകൊണ്ടിട്ടാണ്. അങ്ങനെയൊക്കെയാണ് എനിക്കിപ്പോൾ ആരോഗ്യം കൂടിക്കൂടി വരുവാണ്. കൂടാതെ പാലക്കാട് ജില്ലയിൽ തന്നെ സ്ത്രീകളിൽ 20ഓളം തവണ രക്തദാനം നിർവഹിച്ച വ്യക്തി കൂടിയാണ് ഷീല മാത്യു. 2012 നവംബർ 9 ആദ്യമായി ഷീല മാത്യു രക്തദാനം നടത്തിയത്. അന്നു മുതൽ ഏകദേശം ഇന്നുവരെ 20ഓളം തവണയാണ് ഷീല മാത്യു പലയിടങ്ങളിലായി രക്തദാനം നിർവഹിച്ചിട്ടുള്ളത്. നിരവധി സംഘടനകളിൽ നിന്നും അവാർഡുകൾ ഏറ്റുവാങ്ങാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഭർത്താവ് മാത്യുവും മക്കളായ ഷിൻറ്റോ, ഷിബിൻ എന്നിവർ പൂർണ്ണ പിന്തുണയാണ് നൽകുന്നതെന്നും ഷീല മാത്യു പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ പേടി കൊണ്ടിട്ടാണ്. ബ്ലഡ് എടുക്കുമ്പോൾ ആദ്യമായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്ലഡ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളൊരു പേടിയുണ്ട്. പേടി കൊണ്ടിട്ടാണ്. ഹൈ BP ആയിട്ടാണ് അവർ മടങ്ങിപ്പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് കുറഞ്ഞ ആൾക്കാർ മിനിമം 50 കിലോയെങ്കിലും വെയിറ്റ് നമുക്ക് വേണം ബ്ലഡ് കൊടുക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ തലേദിവസം നന്നായിട്ട് ഉറങ്ങണം, ഭക്ഷണം കഴിച്ചിരിക്കണം, ഇങ്ങനെയുള്ള കാര്യമുണ്ട്. അതുപോലെ തന്നെ മദ്യപാനം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. 24 മണിക്കൂറിനുള്ളിൽ മദ്യപിക്കരുത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതൊക്കെ കാരണം കൊണ്ടിട്ടാണ് പല ക്യാമ്പുകളിലും ആൾക്കാർ വന്ന് നമ്മൾ തിരിച്ചു പോകുന്നതിൻ്റെ ഒരിത്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി ഒരുങ്ങി വരണം. മനസ്സുകൊണ്ടായാലും ശരീരം കൊണ്ടായാലും നമ്മൾ ഒരുങ്ങി വന്നാൽ മതി. അപ്പം നമുക്ക് ആ ഒരു BP ലെവലൊക്കെ കൺട്രോളായിരിക്കും. ഇതാണ് എനിക്ക് കൊടുക്കാൻ വന്നവരോട് എനിക്ക് പറയാനുള്ളത്. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് ഉറങ്ങണം, പിന്നെ നല്ല മനസ്സോടുകൂടി കൊടുക്കണം. നമ്മൾ പേടിച്ച് കൊടുക്കരുത്. അത് കിട്ടുന്നതിനും വലിയ കാശൊന്നും ഉണ്ടാവില്ല. പേടിച്ച് കൊടുക്കരുത്, നല്ല ധൈര്യമായിട്ട് കൊടുക്കണം. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മഹത്തായിട്ടുള്ളത്, അതായത് നമ്മുടെ ജീവനാണ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. അത് അവരിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ധൈര്യത്തോടും നല്ലൊരു സംതൃപ്തിയോടു കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ എഫക്റ്റീവാകും. നമുക്ക് സന്തോഷമാവും, കൊടുക്കാൻ സാധിക്കും ആ ഒരു നിമിഷം. അതാണ് നമുക്ക് വേണ്ടത്. നല്ല സന്തോഷത്തോടു കൂടി കടന്നു വരിക ക്യാമ്പുകളിലേക്ക്. ഭയം ഒരിക്കലും വേണ്ട. അതാണ് എനിക്ക് കൊടുക്കാൻ വരുന്ന ആൾക്കാരോട് പറയാനുള്ളത്. CCN കടമ്പഴിപ്പുറം.